കുഴപ്പമില്ല. കുഴപ്പമില്ല. മമ്മൂക്ക എങ്ങനെ എടുത്തുപടായിട്ടില്ല, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് കാണാം. നെഗറ്റീവ് ഫൈറ്റ് സീൻസ് ഒന്നും എനിക്ക് വലിയ ഗുമ്മായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ട് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? ഒരു ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് അല്ലേ വരുന്നത്? ഇന്റർവെല് വരെ എനിക്ക് വലിയ സുഖമായിട്ട് തോന്നിയില്ല. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ലാന്ന് തോന്നി. എങ്ങനെയുണ്ട്? മമ്മൂക്ക എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോഴത്തെ പോലെ തന്നെ വലിയ കുഴപ്പമൊന്നും. ആ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല സിനിമയാണ്. പക്ഷേ എനിക്കതിൻ്റെ എൻഡിൽ ചെറിയൊരു ട്രാൻസ്ഫോബിക് ഐറ്റം ഉള്ള പോലെ തോന്നിയായിരുന്നു. അതൊഴിച്ചു നിർത്തിയാൽ ഡൊമിനിക്ക് നല്ല എൻഗേജിങ് ആണ്, നല്ല ത്രില്ലിംഗ് ആണ്. മമ്മൂട്ടിയുടെ അതിഗംഭീരമായ പെർഫോമൻസ് തന്നെ പറയാം. പക്ഷേ ആ ട്രാൻസ്ഫോബിക് ബിറ്റ് ഒഴിച്ചു നിർത്തിയാൽ അത് അവർക്ക് ശ്രദ്ധിക്കാമായിരുന്നു. എടുത്തു പറയാൻ മമ്മൂട്ടിയുടെ പെർഫോമൻസ് ആ ക്ലൈമാക്സിലേക്ക് എൻഗേജിംഗ് ആയിട്ട് വരുന്നതും മൊത്തത്തിൽ ഒരു പതിഞ്ഞ താളത്തിൽ പോകുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി. നമ്മൾ സാധാരണ കാണുന്ന ഒരു ടൈപ്പ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി അല്ല. നമ്മൾ ആ ഒരു പതിഞ്ഞ താളത്തിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ എന്നാലും വളരെ ഒരു നല്ല സിനിമയായിട്ട് തന്നെയാണ് ആ ക്ലൈമാക്സ് വരെ തോന്നിയത്. ക്ലൈമാക്സിൽ മാത്രം ഒന്ന് പാളിയതായിട്ടാണ് എൻ്റെ അഭിപ്രായം, പേഴ്സണൽ അഭിപ്രായം. കുറേ നെഗറ്റീവ് വരാൻ അതാണ് ഞാൻ പറഞ്ഞത്. പതിഞ്ഞ താളത്തിലുള്ള സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. മമ്മൂട്ടി കമ്പനി ഈ സമയത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ അല്ല എടുത്തിട്ടുള്ളത്. നമ്മൾ കാതലെടുത്താലും നൻപകൽ നേരത്ത് മയക്കം എടുത്താലും ടർബോ ഒഴിച്ച് ബാക്കി എല്ലാ സിനിമയും കുറച്ച് ഓഫ് ബീറ്റ് സിനിമകളാണ്. മമ്മൂട്ടി ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ആ ഒരു ഓഫ് ബീറ്റ് സിനിമ. അപ്പോൾ നല്ല സിനിമയാണ്, ഹിറ്റാവേണ്ട സിനിമയാണ്. പക്ഷേ മമ്മൂട്ടി കമ്പനി ആസ് ഓൾവേസ് സേഫായിട്ടല്ല കളിച്ചേക്കുന്നത്. നെഗറ്റീവ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ അല്ലാത്തതുകൊണ്ടാണ് നെഗറ്റീവ് വരുന്നത്. സിനിമ എന്താണ് ഇഷ്ടപ്പെട്ട? എന്താണ്? നല്ല സിനിമ, ഒരു പതിഞ്ഞ ഫിലിമായിട്ട് തോന്നി. മമ്മൂട്ടി നന്നായിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ മോനും സുരേഷ് ഗോപിയെ പോലെ തന്നെ തോന്നി. ഒരു സ്റ്റോറിയുള്ളൊരു ഫിലിമായിട്ട് തോന്നി. എടുത്തു പറയാൻ കുറച്ചിങ്ങനെ നമ്മൾ ആലോചിച്ചാലേ നമുക്ക് അതിൻ്റെ ഇത് സസ്പെൻസ് മനസ്സിലാവുള്ളൂ. അതാണ് ഇഷ്ടപ്പെട്ടു. പൊളി. സെക്കൻഡ് ഹാഫ് അടിപൊളി. തീറ്റി എന്താണ് ഇഷ്ടപ്പെട്ടെന്നാണ് പടത്തിൽ എടുത്ത് പറയാൻ? മമ്മൂക്ക എൻ്റെ അമ്മ തീറ്റി ജോറാണ്. കിണ്ണാഭിനയം നല്ല, എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക, എല്ലാവരും നല്ല അഭിനയം. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ട് പടം? കൊള്ളാം. അടിപൊളി. എന്താണ് ഇഷ്ടപ്പെട്ടെന്നാ പടത്തില്? ഇഷ്ടപ്പെട്ട സംഭവം നല്ലൊരു പടമാണ്. എങ്ങനെയുണ്ട്? മമ്മൂക്ക എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണ്. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? കൊള്ളായിരുന്നു. കാണാൻ കൊള്ളാം. സസ്പെൻസ് പോലെയാണ് വരുന്നത്. ആദ്യമായിട്ടല്ലേ മലയാളത്തിൽ വരുന്നത്? അതെങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു കൊള്ളായിരുന്നു. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അടിപൊളി. എന്താണ് ഇഷ്ടപ്പെട്ടത്? ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ അവരുടെ എല്ലാവരും വളരെ സൂപ്പർ തന്നെ. ഓക്കെ, സിനിമ നല്ല സിനിമയാണ്. മമ്മൂട്ടിയുടെ നല്ല മാസ്മരിക അഭിനയം ഇതിനകത്തും കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ നല്ല ട്വിസ്റ്റ് ഉണ്ട്. പിന്നെ സംവിധായകനെ സംബന്ധിച്ച് ഗൗതം മേനോൻ സംവിധാനമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ടച്ചുണ്ട്. അദ്ദേഹത്തിന് ചെറിയ റോളേ ഉള്ളൂ, പക്ഷെ അദ്ദേഹത്തിന് നല്ലൊരു ടച്ചുണ്ട്. സെക്കൻഡ് ഹാഫിന് തുടക്കത്തിൽ ചെറിയൊരു ലാഗുണ്ട്, എങ്കിലും കുഴപ്പമില്ല. സിനിമയെ കുറിച്ച് നല്ല അഭിപ്രായമുണ്ട്. ഗോകുല് വളരെ നല്ല മികച്ചൊരു അഭിനയമാണ്. ഗോകുലിൻ്റെ കരിയറിൽ തന്നെ നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കോംബോയും വളരെ മികച്ചതാണ്. അടിപൊളിയായിരുന്നു.